ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്നിവിടെ ക്ലോത്ത് കൊണ്ട് ഒരു ഹെയർ ബാൻഡും ഹെയർ സ്ക്രഞ്ചീസും കാണിക്കുന്നത്. ഞാൻ വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഹെയർ ബാൻഡിൻ്റെ അളവ് എടുക്കുക. അതിൻ്റെ ഒരു അര ഇഞ്ച് കുറച്ച് വേണം എടുക്കാൻ. അതിൻ്റെ അളവെടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. കൈ കൊണ്ട് തുന്നിയാലും മതി, മെഷീൻ കൊണ്ട് സ്റ്റിച്ച് ചെയ്യണം. മറിച്ചിട്ട് അതിൽ പുറത്തെടുക്കുകയാണ്, തിരിച്ചെടുക്കുകയാണ്. ഇത് നീളുന്ന ടൈപ്പ് തുണിയാണ്, കോട്ടണിൽ, സോഫ്റ്റ് കോട്ടനാണ്. അതുകൊണ്ടാണ് ഞാൻ അര ഇഞ്ച് കുറച്ചെടുത്തിരിക്കുന്നത്. എന്നാലേ വൃത്തിയിൽ നിൽക്കുള്ളൂ, വലിഞ്ഞ് ഇരിക്കണം. കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ എൻ്റെ ഭാഗം റിബൺ വെച്ചിട്ട് കവർ ചെയ്യാം. റെഡ് കളർ, അതിന് യോജിക്കുന്ന കളർ എടുത്ത് എൻ്റെ ഭാഗം കവർ ചെയ്ത് വെക്കുകയാണ്. എൻ്റെ ഭാഗം അങ്ങനെ കവർ ചെയ്ത് എടുത്തേക്കണം. നമ്മളിത് വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഉപയോഗിച്ചാതിരുന്ന ഹെയർ ബാൻഡാണ്. അതിന്മേൽ വേറെ ഫ്ലവറും ഇതൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞ് ഇങ്ങനെ അതിന് നല്ല കവറിങ്ങൊക്കെ കളഞ്ഞ് ഇങ്ങനെ എടുത്തതാണ്, പ്ലെയിൻ ആക്കിയിട്ട്. അതിന്മേൽ പുതിയ ഡ്രസ്സൊക്കെ മാച്ചായിട്ടുള്ളത് ഉണ്ടാക്കുകയാണ്. അതിക്ക് സെയിം കളറിൽ തന്നെ ഒരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 ഇഞ്ചിലാണ് എടുത്തേക്കുന്നത്. ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. കൂടുതലെടുത്താൽ നല്ല ഭംഗിയിൽ ഇരിക്കും, കുറേ നുറിവായിട്ട് എടുക്കാം. എൻ്റെ അടുത്ത് ഉള്ളതിനനുസരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് യോജിപ്പിക്കുകയാണ് കട്ട് പീസുകൾ. നല്ല ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, കുറേ വീഡിയോസ് യൂട്യൂബിലുണ്ട്. ഇനി അത് സൈഡും അടിക്കുകയാണ്. ജസ്റ്റ് കൈയോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ അത് മറിച്ചിട്ട് അതിൽ എലാസ്റ്റിക് ഇട്ട് എടുക്കുകയാണ്. നമുക്ക് വേണ്ട അളവിൽ ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് അളവിൽ എലാസ്റ്റിക് എടുക്കുക. അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് മെഷീനിന്മേൽ തന്നെ ഞാൻ ലോക്ക് ചെയ്യുകയാണ്. കൈ കൊണ്ടും തുന്നിയെടുക്കാം. നല്ല ക്ലോത്ത്, നല്ല ഭംഗിയുള്ളൊരു ക്ലോത്തായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു